ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രൂപയും സേനനും ഒന്നാവുകയാണ്. അവർ വിവാഹം കഴിക്കുന്നുണ്ട്. പക്ഷെ രാഹുൽ അറിയാതെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനിടയിലാണെങ്കിൽ ഇവരുടെ ഈ കളികളെല്ലാം തന്നെ രാഹുൽ കണ്ടുപിടിക്കുന്നുണ്ട്. രാഹുൽ ആകെ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ രൂപയുടെ അരികിൽ വന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. രൂപയാണെങ്കിൽ ചുട്ട മറുപടിയൊക്കെ കൊടുക്കുകയാണ്. ഓരോ കാര്യം എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് എന്ത് തെറ്റാണ് ചെയ്തത്? ഇത്രയും നാൾ നിങ്ങളാണ് എന്നെ തെറ്റിദ്ധരിച്ചത്. ഒരു സഹോദരൻ എന്ന നിലയിൽ കാണാതെ വളരെ ദേഷ്യത്തോട് കൂടി തന്നെ പൊട്ടിത്തെറിക്കുകയാണ് രൂപയും ചെയ്യുന്നത്. അങ്ങനെ രൂപയെ കൊല്ലാനുള്ള ദേഷ്യമായി രാഹുൽ തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും ഈ ഒരു കാര്യം ശാരിയെയും സരയുനെ അറിയിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ. പക്ഷെ അതിനു മുന്നേ തന്നെ നമ്മുടെ രൂപയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ശാരിയോടും സരയനോടും വിളിച്ചു പറയുകയാണ്. വേറൊന്നല്ല, ഇവിടെ വന്നിട്ട് അച്ഛൻ വളരെ ദേഷ്യത്തോടു കൂടിയാണ് എന്നോട് പെരുമാറിയത്. എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അച്ഛൻ എന്തായാലും അസുഖം വളരെ കൂടുതലാണ്. എത്രയും വേഗം അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. അതായത് ഉദ്ദേശിച്ചത് ഭ്രാന്ത് കൂടുതലാണ് എന്നാണ് നമ്മുടെ രൂപ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ ശാരിക്കും സരയും അല്ലെങ്കിൽ അറിയാം രാഹുലിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തിയിലൊന്നും വളരെ ദേഷ്യത്തോടു കൂടിയാണ് അവരൊക്കെ കാണുന്നത്. മനുവിനെ കുറ്റക്കാരനായി സംസാരിക്കുന്നതൊക്കെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവരെന്തായാലും നമ്മുടെ രാഹുലിന് ഭ്രാന്ത് തന്നെയാണെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രൂപയുടെ ഈ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ ഭ്രാന്ത് കൂടിയെന്ന് തന്നെ അവർ അങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് രൂപയും സേനനും ഒന്നായി എന്നുള്ള ഒരു സത്യമൊക്കെ വിളിച്ചു പറയുമ്പോൾ അവരത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അവസാനം നിങ്ങൾക്ക് മുഴുത്ത വട്ട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുലിനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് ശാരിയും സരയും ചെയ്യുന്നത്. അങ്ങനെ തന്റെ വാക്കുകൾ ആരും വിശ്വസിക്കാൻ തയ്യാറാതാവുമ്പോൾ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് രാഹുലിന് ആ സമയത്ത് ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്